വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലബ് വേൾഡ് കപ്പ് മത്സരം പോരാത്തതിന് എസ്താവോ വില്യമിന്റെ 45 മിനിറ്റ് പെർഫോമൻസ് കാണാൻ ഇടയുണ്ടായി. അപ്പൊ അതും കൂടെ കണ്ടോടെ അതിന്റെ ഒരു തോട്ട് പ്രോസസ് കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ക്ലബ് വേൾഡ് കപ്പ് അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊന്നുമില്ല. ഗ്രൂപ്പ് സ്റ്റേജ് പിന്നെ ബാക്കിയുള്ള മറ്റേ നോക്കൌട്ട് സ്റ്റേജുകളാണ്. ഏതെങ്കിലും ഒന്ന് പുറത്തായി കഴിഞ്ഞാൽ തീർന്നു. ആ കൂടെ ഒരു 5-6 മത്സരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പിൽ നമ്മൾ ഫൈനൽ വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിൽ ആദ്യത്തെ മത്സരം നമ്മൾ ബയൺ മ്യൂണിക്ക് നേരത്തെ ഓക്ലൻഡ് FC-നെ 10-0 തോപ്പിക്കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ വിക്ടറിയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ്. പ്രത്യേകിച്ച് ഡിലാപ്പ് സ്റ്റാർട്ട് ചെയ്യോ, ജാക്സൺ ആണോ കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. നോണി മാഡോയ്ക്ക്, പെഡ്രോ നെറ്റോ, കോൾ പാൽമർ, കൈസെഡോ, എൻസോ, അത് തന്നെയാണോ കോമ്പിനേഷൻ? എസുഗോന് ചാൻസ് കിട്ടുമോ? ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല പുതിയ പ്ലേയേഴ്സിനൊന്നും ഒറ്റയടിക്ക് ചാൻസ് കിട്ടുന്നുള്ളത്. കാരണം ടീം ഏതാണോ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും കളിക്കാനായിട്ടുള്ള ചാൻസ്. പിന്നെ നമ്മൾ ഓവർലോഡറായിട്ട് കുറെ പ്ലെയറിനെ കൊണ്ടുപോയിട്ടുണ്ട്. ആൻസൽമീനിയെ കൊണ്ടുപോയിട്ടുണ്ട്, മാമുഡു സാറിനെ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ടോസൻ അറബയോ, ചാലബ, കോൾവെൽ, ബാദ്യഷേൽ, കുക്രയ, അച്ചിയംപോങ്. ഒരു 5-6 മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-30 പേരെ സ്ക്വാഡിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊരു ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഒരു പ്രീ സീസൺ വൈബും കൂടെ കിട്ടും. അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും കൂടെയാണ്. ഇതിനകത്ത് കുറച്ചുപേര് പോകുന്നുണ്ടെങ്കിൽ തന്നെയും കോർ ടീം എന്നാലും റിമൈനിങ് ആണ്. പോരാതെ നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റ് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലബ് വേൾഡ് കപ്പ് നോക്കാം. ജയിക്കേണ്ടത് ഒരു കളിയാണ്. മാച്ച് ഡാസൻ എന്ന് പറയുന്ന ആപ്പിൽ, DAZN എന്ന് പറയുന്ന ആപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കിട്ടും. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് കളി. നമ്മുടെ UK സമയം 8 മണിക്കാണ് കളി ഉള്ളത്. അപ്പോ അതാണ് ഫസ്റ്റ് മത്സരം. സോ നേരത്തെ പറഞ്ഞ പോലെ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ്. എങ്ങനെയാണ് ആ ടീം ഒന്ന് സെറ്റ് ചെയ്യാൻ പോണത്, ഡെലാപ്പ് ആണോ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എന്നൊക്കെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. ചിലപ്പോൾ ജാക്സൺ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ജാക്സൺ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. കാരണം 2 കൊല്ലമായിട്ട് ഫ്രണ്ട് ലൈൻ ലീഡ് ചെയ്തിട്ട് ചുമ്മാ ഒരുത്തം വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അവനെ മൈൻഡ് നിർത്താൻ എന്ന് പറയണതിൽ എനിക്ക് അതിൽ തെറ്റൊന്നുമില്ല ജാക്സൺ സ്റ്റാർട്ട് ചെയ്താലും. പക്ഷെ എന്നാലും ഡെലാപ്പിന് അവസരം കിട്ടുന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ എസ്താവോ വില്യന്റെ ഒരു 45 മിനിറ്റ് പെർഫോമൻസ് ഞാൻ കണ്ടു. റിസൾട്ട് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. കാരണം എസ്താവോ വില്യന് 3 അവസരം കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാനായിട്ട്. അതിൽ ആദ്യത്തെ അവസരം പോർട്ടോന്റെ ഡിഫൻസീവ് മിസ്റ്റേക്കിൽ നിന്ന് ഔട്ട്സൈഡ് ദ പെനൽറ്റി ബോക്സ് ഒരു ഷോട്ട് കിട്ടി. അടിപൊളി ഒരു കേളർ ഷോട്ട് ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല, പോട്ടെ എന്ന് പറയാം. രണ്ടാമത്തെ അവസരം പുള്ളിക്കാരന്റെ ലെഫ്റ്റ് വിങ്ങിൽ, പുള്ളിക്കാരൻ ലെഫ്റ്റ് ഫുട്ടഡ് ആണ്, റൈറ്റ് വിങ്ങർ ആണല്ലോ പക്ഷെ പുള്ളിക്കാരന്റെ ലെഫ്റ്റ് ഫുട്ടിൽ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ലോങ് ബോൾ കിട്ടി. 1-on-1 വിത്ത് ഡിഫൻഡറിനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തു, ഷോട്ട് എടുത്തു, ഷോട്ട് ഓൺ ടാർഗറ്റ്. പക്ഷെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. നല്ലൊരു ഡിഫൻസീവ് മൂവ്മെന്റും കൂടെ തന്നെ ആയിരുന്നു അത്. പിന്നെ മൂന്നാമത്തെ ഒരു അവസരം ഏകദേശം ഒരു ക്ലിയർ കട്ട് ചാൻസ് ആയിരുന്നു അത്. പക്ഷെ പുള്ളിക്കാരൻ വേറൊരു പ്ലെയറിന് വേണ്ടി ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗോളായി കൺവേർട്ടഡ് ആയാലും മതിയായിരുന്നു. അങ്ങനെയാണ് 45 മിനിറ്റ് മെയിൻ ആയിട്ട് അവസരങ്ങൾ റിസൾട്ടിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല നമ്മൾ റിസൾട്ടിന്റെ ബേസിലല്ല നോക്കണമെങ്കിൽ മൊത്തത്തിലൊരു കളി ആയിരുന്നു കഴിഞ്ഞാൽ പോർട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പൊസിഷൻ അല്ല. പാൽമെറാസ് ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ ടീം അല്ല കളിക്കുന്നത്. അവരൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുന്നത്. അതുകൊണ്ട് എസ്താവോ വില്യന് എപ്പോഴും ബോൾ അറ്റ് ദ ഫീറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ ഒരുപാട് ഗെയിമിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരന്റെ ചുറ്റുപറ്റുമുള്ള ടീമിന്റെ ക്വാളിറ്റിയും ഇവന്റെ തോട്ട് പ്രോസസ്സ് നമുക്ക് ഗെയിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവന് കിട്ടുന്ന അവസരങ്ങൾക്ക് ഇവന് ഫ്ലിക്കും ഇവൻ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാനും ഒക്കെ നോക്കുന്ന ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. ഹിസ് ഡിസിഷൻ മേക്കിംഗ് ഇസ് ക്വിക്ക്. പെട്ടെന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരുപാട് സമയം ഒന്നും എടുക്കുന്നില്ല. കോൾ പാൽമറിനെ പോലെ ബോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പ് സൈഡ് നോക്കുക, എന്താണോ ഡിസിഷൻ മേക്കിംഗ്, ത്രൂ ബോൾ കൊടുക്കണമെങ്കിൽ ത്രൂ ബോൾ കൊടുക്കാം. ഒരു അടിപൊളി ഫ്ലിക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ത്രൂ ബോൾ അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 1-on-1 ടേക്ക് ഓൺ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. സോ മൊത്തത്തില് അവന്റെ ഒരു ഗെയിം വിലയിരുത്തുമ്പോഴത്തേക്കും അവനിൽ കാണുന്ന ഹൈപ്പിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു 45 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. ഇനി ഇതിപ്പോ ഗ്രൗണ്ടിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അവൻ ബോളൊക്കെ എടുത്ത് ഡ്രിബിൾ ചെയ്തെങ്കിൽ പോകുമ്പോഴത്തേക്കും ഒരു അനായാസമായ ഒരു ഫീലിംഗ്, വളരെ ഒരു പ്ലെയർ ഗ്ലൈഡ് ചെയ്ത് ബോൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ ഒരു ലാമിനെ യമാൽ സ്റ്റൈൽ ഒരു പ്ലെയർ ആണ് എനിക്ക് കാണുന്നത്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് ഒറ്റയടിക്ക് അവന്റെ ചെൽസിയിലേക്ക് കളി തുടങ്ങുമ്പോൾ പെർഫോമൻസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രീമിയർ ലീഗ് ഇസ് മോർ ഫിസിക്കൽ, സ്പേസും കുറെ ടൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് സമയം എടുക്കും. ബട്ട് ഓവറോൾ ഫസ്റ്റ് ഇംപ്രഷൻ 45 മിനിറ്റ്സ് ലുക്സ് റിയലി ഗുഡ്, വെരി കംഫർട്ടബിൾ ദ ബോൾ ഓൺ ദ ഫീറ്റ്. ഒരു വലിയ സ്റ്റേജിൽ കളിക്കുന്ന ഉള്ള ഒരു പ്രഷർ ഒന്നും ഒരു നെർവസ്നെസ് ഒന്നും അവനിൽ നിന്ന് കാണാനില്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫസ്റ്റ് ഗെയിമിൽ. ഇനിയും കൂടുതൽ കളികൾ കാണും തോറും ഞാൻ അവന്റെ പെർഫോമൻസ് വാച്ച് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എന്റെ തോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഡു ലെറ്റ് മീ നോ ഗൈസ്, നമ്മുടെ ക്ലബ് വേൾഡ് കപ്പിന്റെ ആദ്യത്തെ മത്സരത്തിന്റെ പ്രതീക്ഷ എന്താണെന്നുള്ളത്. ഡെലാപ്പ് ആണോ ജാക്സൺ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇൻ ദ കോമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് FSK ഫ്രം ചെൽസിക്കാരൻ.